ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികമാണ്. 5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. പിന്നെന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡ് എന്നെ സംബന്ധിച്ചിടത്തോളം ഹസ്ബൻഡിനെ കൊണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത്. 5 വർഷത്തിനിടയിൽ തന്നെ 2 തരുണീമണികൾ ഞങ്ങൾക്കുണ്ട്. 3.5 വയസ്സും 10 മാസമുള്ള 2 പെൺമക്കളെ ഞങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ വിവാഹ വാർഷികം ഞാനിപ്പോൾ ഒരു ചാനൽ തുടങ്ങിയതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലൊക്കെ എത്തിക്കാമെന്ന് കരുതി. ഞങ്ങളുടെ വിവാഹ വാർഷികം നിങ്ങളെല്ലാവരും അറിയിക്കണമെന്ന് തോന്നി. അതാ ഞാൻ വന്നത്. ഈ ചാനലിലൂടെ തന്നെ അറിയിക്കാമെന്ന് കരുതി. പിന്നെ ഞങ്ങൾ മാത്രമുള്ളൊരു ലോകമാണ്, ഞാനും ഹസ്ബൻഡും മക്കളും മാത്രമായിട്ടുള്ളൊരു ലോകമാണ്. നമ്മുടെ ചെറിയൊരു ആഘോഷം. ഞാൻ തിരുവനന്തപുരംകാരിയാണ്, ചേട്ടൻ കോഴിക്കോട്ടുകാരനും. ഞങ്ങൾ സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണ്. ആ സ്നേഹം എപ്പോഴും ഉണ്ട്. സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നുണ്ട്. സുഖമായാലും ദുഃഖമായാലും ഒക്കെ, ദാരിദ്ര്യമായാൽ പോലും ഞങ്ങളതനുസരിച്ച് ജീവിക്കുന്നു. വലിയ വലിയ സ്വപ്നങ്ങളൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് ഞങ്ങൾ ജീവിച്ചു പോവുക. അവിടെ സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. ഒരുപാട് സ്വപ്നവും കണ്ട പിന്നെ നമ്മളതിൽ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ നോക്കിപ്പോയാൽ നമ്മുടെ ലൈഫ് ഒരിക്കലും സന്തോഷം കിട്ടത്തില്ല. അപ്പോൾ ഉള്ള ഇതിൽ മനസ്സിലാക്കി ഞങ്ങൾ ജീവിച്ചു പോവുകയാണ്. ഉള്ള പൈസയിൽ നിന്നായാലും ഞങ്ങളെ സന്തോഷത്തോടെ നോക്കുന്നു. പുള്ളി വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് പുള്ളി ഒരു ഷർട്ട് പോലും വാങ്ങിയിട്ടില്ല, വാങ്ങൂല. പകരത്തിന് എനിക്ക് വാങ്ങിത്തന്നു, സർപ്രൈസായിട്ട് വാങ്ങിക്കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങളെല്ലാം കാണണം കേട്ടോ. ചേട്ടൻ വിവാഹ വാർഷിക ഗിഫ്റ്റ് കൊണ്ടുവന്ന് കയ്യിൽ തരാതെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കയ്യിൽ തന്ന് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയില്ല. അതങ്ങനെയാണല്ലോ, ഭർത്താവ് ഗിഫ്റ്റായിട്ട് കൊണ്ടുവരുമ്പോൾ അത് എങ്ങനെയാണ് എന്നൊക്കെ അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. ഒരുമിച്ച് പോയി എടുക്കുമ്പോൾ ആകാംക്ഷയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരുമിച്ച് പോകാൻ വേണ്ടി തന്നെയാണ് ഇരുന്നത്. പക്ഷെ നല്ല മഴയായിരുന്നു. നല്ല മഴ ആയതുകൊണ്ട് ഇനിയിപ്പം പറ്റത്തില്ലല്ലോ, വാർഷികത്തിന് അമ്പലത്തിൽ പോകുമ്പോൾ വേറെ ഏതെങ്കിലും ഇടാമെന്നൊക്കെ കരുതി. 9 മണിയായപ്പോൾ മഴ ചെറുതായൊന്ന് കുറഞ്ഞു. അപ്പോഴത്തേക്കും ചേട്ടൻ പറഞ്ഞ് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയതാണ്. അങ്ങനെയാണ് ഈ ഡ്രസ്സുമായിട്ട് വന്നത്. നന്നായിട്ടില്ലേ? നന്നായിട്ടുണ്ട്, എനിക്കിഷ്ടമായി കേട്ടോ, നല്ല ഡ്രസ്സാണെന്ന്. ഇതിപ്പോൾ ചേട്ടൻ ഇപ്പം കൊള്ളാമെന്ന് ചോദിച്ചാൽ ഞാൻ ചേട്ടനോട് ഇപ്പോൾ കൊള്ളാമോ എന്നൊക്കെ ചോദിച്ചിട്ട്, എന്നാലും വില കുറഞ്ഞതായാലും കൂടിയതായാലും എങ്ങനെയായിരുന്നാലും ഭർത്താവ് കൊണ്ടുവരുന്നത് നമുക്കത് വിലപ്പെട്ടത് തന്നെയാണ്. അത് ഞാൻ വളരെ ഹാപ്പിയാണ്, ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. എൻ്റെ ചുറ്റിനും 2 തരുണീമണികളുണ്ട്. രണ്ടുപേരും 2 വർക്കിലാണ്. ഞാനതൊക്കെ വെച്ചൊക്കെ നോക്കി കൊള്ളാമോ എന്നൊക്കെ ചേട്ടനോട് ചോദിച്ച് ഇനി നാളെ അമ്പലത്തിലിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അതെല്ലാം വെച്ചൊക്കെ നോക്കി എനിക്കിഷ്ടമായി, വളരെ ഹാപ്പി. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് വലം വെച്ച് ഇറങ്ങാൻ പോവുകയാണ്. വീട്ടിനടുത്തുള്ള ക്ഷേത്രമാണ്, ശിവക്ഷേത്രമാണ്. അച്ഛനും മക്കളും എപ്പോഴും ഒരു ഒറ്റക്കെട്ടാട്ടോ, എപ്പോഴും ഒറ്റക്കെട്ടായിട്ട് രണ്ടാളും അച്ഛൻ്റെ അടുത്തേ പോകത്തുള്ളൂ. പ്രാർത്ഥിച്ച അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ്. ചന്ദനം തൊട്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി പിന്നെ വരുന്ന വഴിയിൽ തന്നെ ഞങ്ങൾ രാവിലത്തെ ചായ കൂടി ഒരു കടയിൽ കയറി കഴിച്ചു, ഹോട്ടലിൽ കയറി കഴിച്ചു. എന്നിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി നമ്മൾ ബിരിയാണി, ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയൊക്കെ സംഘടിപ്പിക്കുകയില്ല, ഞങ്ങൾ ഉണ്ടാക്കി. ഞാൻ ഉണ്ടാക്കി വെച്ചു. പിന്നെ മോളെ അംഗൻവാടിയിലാക്കി. മോൾക്ക് വീട്ടിൽ നിൽക്കാൻ വയ്യ, കുട്ടികളെ ഫ്രണ്ട്സിനെ കാണണമെന്നൊക്കെ പറഞ്ഞപ്പോൾ മോളെ അംഗൻവാടിയിലാക്കി. വന്ന ശേഷം ഞാൻ ഫുഡ് ഉണ്ടാക്കി കഴിക്കാനുള്ള തയ്യാറെടുപ്പില്ല ഉച്ചയ്ക്ക്. പിന്നെ മോളില്ല എന്നുള്ളതൊക്കെ ഒരു കുറവുണ്ട്. ഇവിടെ പിന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ചേട്ടൻ്റെ അച്ഛനും അമ്മയും ആരും ഇല്ല, അവരൊക്കെ മരിച്ചു പോയിട്ട് വർഷങ്ങളായി. പിന്നെ എൻ്റെ അമ്മ നാട്ടിലാണ്, ഞാൻ തിരുവനന്തപുരത്തുകാരിയാണ്, ചേട്ടൻ കോഴിക്കോടാണ്. അപ്പം അമ്മ നാട്ടിലാണ്. പിന്നെ അവരെ ഇതിനായിട്ട് വിളിക്കാനും പറ്റത്തില്ലല്ലോ, 5ാമത്തെ വാർഷികമാണല്ലോ, പോയി വരാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഞങ്ങളായിട്ട് തന്നെ ഞങ്ങളുടെ സന്തോഷം ഞങ്ങളിൽ തന്നെ ഒതുങ്ങി. ഇപ്പം നിങ്ങൾ കൂടെ കാണുന്നു. ചേട്ടന് ശരിക്കും ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ രീതിക്കായിരിക്കും വെക്കുന്നത് കേട്ടോ.
ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ തിരുവനന്തപുരത്ത് അപ്പോൾ ഫ്രൈഡ് റൈസ് മാത്രമേ കഴിക്കൂ. എനിക്ക് അത് മാത്രമേ ഉണ്ടാക്കാൻ അറിയുള്ളൂ. നമുക്ക് ബിരിയാണി അങ്ങനെ വശമില്ലായിരുന്നു. ഞാൻ ഇവിടെ കോഴിക്കോട് വന്നാൽ ബിരിയാണി വെക്കാൻ പഠിച്ചത്. അതും എൻ്റെ രീതിക്ക് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ചേട്ടന് ഇഷ്ടമാണ് കേട്ടോ, ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. കാണാൻ ലുക്കിലെങ്കിലും ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഞാനിവിടെ വന്നാൽ ഇത് പഠിച്ചേ. ഇത് നമ്മൾ കഴിക്കാനായിട്ടില്ല, നമ്മൾ രണ്ടാളും പിന്നെ ചെറിയ ആളും ഉണ്ട് എൻ്റെ കയ്യിൽ. ഒരുമിച്ച് ഭക്ഷണവും കഴിച്ച് വൈകുന്നേരം ആയപ്പോൾ ചേട്ടൻ എന്നോട് ചോദിച്ചു, നമുക്കൊരു കേക്ക് കൂടെ വാങ്ങിച്ചാലോ എന്ന് ചോദിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് വാങ്ങിച്ചോ. അങ്ങനെ പോയതാ. കൊള്ളാമല്ലേ ആ കേക്കിൻ്റെ ഇതിങ്ങനെ കറങ്ങുന്നത് കാണാൻ നല്ല രസമുണ്ടല്ലേ. ഗ്ലാസ്സിലൂടെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിൽ നിന്ന് നമ്മളൊരു കേക്ക് വാങ്ങി. നമുക്ക് ചെറിയ കേക്ക് മതി, നമ്മൾ രണ്ടാളല്ലേ ഉള്ളൂ. ഒരുപാട് വാങ്ങിയാൽ എൻ്റെ ചെറുത് അതിരുന്നും മൊത്തം കഴിച്ച് തീർക്കും. അങ്ങനെ അധികം കഴിക്കാനും പാടില്ലല്ലോ. അതുകൊണ്ട് ചെറിയ കേക്ക് വാങ്ങി പോന്നു. കേക്ക് കട്ട് ചെയ്യാൻ വീഡിയോ ഇല്ല കേട്ടോ, വീഡിയോ എടുത്തില്ല, മറന്നുപോയി.